നിന്റെ ലൈഫിൽ സംഭവിക്കേണ്ട ചില കാര്യങ്ങൾ, നീ എത്തേണ്ട ചില മേഖല, നിന്റെ ഭാവി പദ്ധതികൾ, നിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകുന്ന അടയാളങ്ങൾ ദൈവം തന്നെ നിനക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. ഇന്നത്തെ സവിശേഷമായ ചിന്തയ്ക്ക് 86-ാം സങ്കീർത്തനത്തിന്റെ 17-ാമത്തെ വാക്യം, എന്നെ പകയ്ക്കുന്നവർ കണ്ടു ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായ ഒരടയാളം എനിക്ക് തരണമേ. സങ്കീർത്തനക്കാരൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, എന്നെ പകയ്ക്കുന്നവർ കണ്ടു ലജ്ജിക്കേണ്ടതിന് എനിക്ക് നന്മയ്ക്കായി ഒരടയാളം തരണമേ. എന്താണ് ഇന്നത്തെ സന്ദേശം? ദൈവത്തിന് സ്തോത്രം. ചിലർ തല കുനിക്കത്തക്കവണ്ണം നിനക്ക് ദൈവം ചില അടയാളങ്ങൾ തരാൻ പോകും. ശിഷ്യന്മാരൊരിക്കൽ യേശുവിനോട് ചോദിച്ചു, ഗുരു, എവിടെ പെസഹ കഴിക്കും? കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ടൊരു മനുഷ്യൻ വരും. ആ മനുഷ്യനോട് ഒന്നും മിണ്ടരുത്, അവന്റെ പുറകെ നിങ്ങൾ പോകണം. അവൻ ഏത് വീട്ടിൽ കയറുന്നോ ആ വീട്ടിൽ നീയും കൂടെ കയറണം. ആ വീടിന്റെ ഉടമസ്ഥനോട് ചോദിക്കണം, ഗുരു ചോദിക്കുന്നു, എവിടെ പെസഹ ഒരുക്കണം? അടുത്ത വാക്യം ശ്രദ്ധിച്ചേ, വിരിച്ചൊരുക്കിയ ഒരു മാളിക മുറി അവൻ കാണിച്ചു തരും. ഇന്നത്തെ സന്ദേശം പറയാം, നിന്റെ ലൈഫിൽ സംഭവിക്കേണ്ട ചില കാര്യങ്ങൾ, നീ എത്തേണ്ട ചില മേഖല, നിന്റെ ഭാവി പദ്ധതികൾ, നിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകുന്ന അടയാളങ്ങൾ ദൈവം തന്നെ നിനക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. ഇപ്പോൾ നിൽക്കുന്ന തലത്തിൽ നിന്ന് നിന്നെ ഒരിടത്ത് കൊണ്ടെത്തിച്ച് ദൈവം ഒരുക്കിയിട്ട് ശ്രേഷ്ഠമേറിയത് കാണുവാൻ ചില അടയാളങ്ങൾ കർത്താവ് നിനക്ക് തരാൻ പോകും. ജോലിക്ക് വേണ്ടി ഭാരപ്പെടുന്നവർ, മുന്നോട്ടുള്ള സ്റ്റെപ്പുകൾ ഇടുമ്പോൾ എങ്ങനെ വേണമെന്ന് പ്രാർത്ഥിക്കുന്നവർ, നിങ്ങളോടൊക്കെ ദൈവത്തിന് സന്ദേശമുണ്ട്. ദൈവം വ്യക്തമായ അടയാളങ്ങൾ തന്ന് നിങ്ങളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കും. അതാണ് ഒന്നാമത്തെ ദൂത്. രണ്ടാമത്തെ ദൂത്, നിന്നെ പകയ്ക്കുന്നവർ കണ്ടു ലജ്ജിക്കേണ്ടത് നിനക്ക് നന്മയ്ക്കായ ഒരടയാളം ഉടനെ യേശു തരും. നമുക്കൊന്നിച്ചു പറയാം, കർത്താവേ, എനിക്ക് നന്മയ്ക്കായി ഒരടയാളം കാണിച്ചു തരണമേ. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങ് തീരുമാനിച്ചത്, അങ്ങ് ഒരുക്കിയത്, അങ്ങ് ഒരുക്കി വെച്ചിരിക്കുന്നത് അവിടേക്ക് എത്തുവാൻ ഞങ്ങൾക്ക് വഴിയറിയത്തില്ല. അടയാളം തന്ന് ഞങ്ങളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ ഹല്ലേലൂയ എൻ്റെ ദൈവത്തിന് കഴിയുമല്ലോ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിന്നെ പകയ്ക്കുന്നവർ കണ്ടു ലജ്ജിക്കേണ്ടതിന് നിനക്ക് നന്മയ്ക്കായ ഒരടയാളം ദൈവം തരുന്നു. ഗോഡ് ബ്ലസ്.